കുഴിച്ചോ? മാഷെന്താ ഇവിടെ? അവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, കണ്ണാലിക്കുട്ടിയാണ്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു മാഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ചെറ്റത്തരമല്ലാതെ കയ്യിലില്ല. ആ ഹാജിയാർക്കുള്ള നിലയും വിലയും അവൻ ഒരുത്തനായിട്ടില്ലാണ്ടാക്കും. ഈ ചെറ്റ എങ്ങനെ ഒരു മാഷായി? കൈക്കൂലി അല്ലാണ്ടെന്താ? ഏത് നേരവും ഹാജിയാരുടെ മകളുടെ പുറകെ. ഹാജിയാരെങ്ങാനും അറിയണം, അവന്റെ തല പോവും. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. ഏതായാലും ആളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. സാരി ചുറ്റി ആരെ കണ്ടാലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് പുറകെ കൂടും. 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. പ്രേമലതേ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നിനക്കൊരു പെണ്ണും പിള്ളേണ്ടെന്ന് ഈ നാട്ടുകാർക്ക് ഒഴുക്കെ അറിയാം. അറിയാം. എന്നാലും വിളിച്ചാൽ അവൾക്കൊന്ന് വിളി കേട്ടൂടെ? പ്രേമലതേ. ഏട്ടാ, ചേച്ചി ഇവിടെ ഇല്ല. ആ മാഷിന്റെ വീട്ടിലേക്ക് പോയിരിക്കാം. അവൻ 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്കെല്ലാം മനസ്സിലായി. ഒരിക്കലും ഞാനിത് ആരോടും പറയില്ല മാഷെ. മാഷയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നല്ലേ. ആ അലിയാരി മാഷ കാണാൻ ഇതറിഞ്ഞാൽ ഈ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് ആരോടും പറയരുത്. എന്നെ പൂർണ്ണമായും മാഷക്ക് വിശ്വസിക്കാം. പ്രേമലത എന്നെ വിശ്വസിക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത്. ഇല്ല മാഷെ, ഞാൻ ഒരിക്കലും മാഷെ ചതിക്കില്ല. സത്യം. ചേട്ടൻ പറയട്ടെ. എനിക്കെല്ലാം മനസ്സിലായി. 2 കുറച്ചാൽ വഞ്ചിക്കായിരുന്നല്ലേ? കൊല്ലില്ല, 2 കൊല്ലില്ല. മലയാളം മാഷേ. ജോജി കേട്ടു, എല്ലാം ഞാൻ കേട്ടു. ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ കള്ളഹിമാറെ മുസ്ലിം സമുദായത്തെ മുഴുവൻ നീ വഞ്ചിച്ചു. വിടില്ല ഞാൻ, പടച്ചോനാണ് വിടില്ല. ഈ വിവരം ചൂടോടെ ഞാൻ ഹാജിയാരെ അറിയിക്കും. എന്നെ ചതിക്കരുത്. ഞാൻ വേണമെങ്കിൽ മാഷിനെ കാല് പിടിക്കാം. വന്നു കയറിയ ഉടനെ എന്റെ കാല് വാരിയെന്നല്ലേ നീ? വിടന്നെ, എന്റെ രക്തം തിളയ്ക്കുന്നു. ഇസ്ലാമിന്റെ രക്തമാണ്. വിടില്ല ഞാൻ, നിന്നെയും വിടില്ല, നിന്റെ മറ്റവനെയും വിടില്ല. ഈ നാട് മുഴുവൻ മനസ്സിലാക്കട്ടെ നീ ആൾമാറാട്ടക്കാരനാണെന്ന്. ചോരയും നീരുമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ നാട്ടില്. ഇതിന്റെ മറുപടി അവര് പറയും. കള്ള ഹിമാറെ. പറയുന്നൊന്ന് കേൾക്ക്. എന്തിന് സമാധാനം ഉണ്ടാക്കാം? എടുത്തി ആടി ഒന്നും പിള്ളേരെ പോലെ എന്തിനു സമാധാനമുണ്ട്? നിന്റെ മാഷെ എന്താ ഇത്? അരിയന് മാഷെ നിന്നേ. അയ്യോ എനിക്ക് കൊണ്ടില്ലേ? അയ്യോ ബ്ലഡ് മാഷേ, അയ്യായിരം മാഷർക്ക് വെടിവെട്ടേ. കാതറെ, അലിയാർക്ക് എങ്ങനെയുണ്ട്? ബോധം വീണില്ലല്ലോ. ആ വീണു. അല്ല, സംഭവിച്ചത് എന്താണെന്ന് വല്ലതും പറഞ്ഞോ? അതെങ്ങനാ? ഉണ്ട തൊണ്ടേ തന്നെ ഇരിക്കല്ലേ.
വെളിയിലെടുത്ത ആള് തട്ടി എടുത്തില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റൂല. അതാണ് അവസ്ഥ. ഭാഗ്യം. അല്ല, ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറയായിരുന്നു അല്ലേ? ഹാജർ വന്നു? ഇല്ല, ഇപ്പൊ ഇങ്ങ് എത്തുന്ന പറഞ്ഞത്. വാ. മാഷേ, ഡ്രിൽ മാഷേ. ഡ്രിൽ മാഷേ, തീരെ സംസാരിക്കാൻ വയ്യ. എന്നാലും സുകുമാരൻ അലിയാരോട് ഇങ്ങനെ ഒരു ശത്രു തോന്നാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല. കൈ താത്തി വെയ്, വേദനിക്കും. മാഷ്ക്ക് എന്ത് തോന്നുന്നു? ഞാനും അത് ആലോചിക്കുന്നത്. സുകുമാരൻ ഇടയ്ക്കാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്തവണ ഒരുത്തരെ തട്ടിയിട്ടാ ഞാൻ തിരിച്ചു പോകുന്നു. ഞാനത് വെറും തമാശയായിട്ടാണ് വിചാരിച്ചിരുന്നത്. തമാശയൊന്നുമല്ല, സുകുമാരൻ എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഈ കഴുത്തി തന്നെ വെടിവെക്കൂ. ഷബൂറ, എന്താ പിന്നെ ഉണ്ടായത്? വിശദമായി ഒന്നും അറിയില്ല. ഏതായാലും ഭയപ്പെടാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. സമാധാനമായിരിക്കേ. പടച്ചോന്റെ കൃപ കൊണ്ട് ഒരാപത്തും വരില്ല. അലിയാർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ അതൊക്കെ ചെയ്തു കൊടുക്കണം. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ നിൽക്കുന്നതായിരിക്കും അലിയാർക്ക് കൂടുതൽ ഇഷ്ടം. വിഷമിക്കണ്ട, ഞാനും കൂടെ നിൽക്കാം. ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ, അതിന്റെ സ്നേഹ. മാഷക്കൊന്നും പറ്റില്ല, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. എന്നാ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇവിടെ നിൽക്കട്ടെ. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായാലും അല്ല, ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് വെടികൊണ്ട ഷോക്കിൽ ഓർമ്മശക്തി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദാ കൈയും കാലോട്ട് അടിക്കുന്ന കണ്ടില്ലേ? ദേഹം ഇളക്കണ്ടല്ലേ. സമാധാനമായിരിക്കും. ഞാൻ പോയിട്ട് വരാം. കൈവിട്, കൈവിട്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാം. പോലീസുകാർ വല്ല ഏടാകൂടം എഴുതി പിടിപ്പിച്ചാൽ പിന്നെ അതിന്റെ പുറകെ ചുറ്റിത്തിരിയും. പോയി നോക്കട്ടെ. കേട്ടല്ലോ, ആചാര്യൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അനങ്ങാട് അവിടെ അടങ്ങി കിടന്നു. ഇവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയാണ് എന്ന് ഹാജിയാരോട് പറയണം അല്ലേ? മോനെ, ബോധം കെടുത്താൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞാലോ? കേട്ടിടത്തോളം ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും ആ സുകുമാരൻ അവര് പൊക്കും. ആ SIയുടെ കയ്യിലെങ്ങാനും കിട്ടിയ നീയും പ്രേമലതയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പുറത്തു വരും. പിന്നെ അവര് പ്രേമലതയെ ചോദ്യം ചെയ്യും. അതൊക്കെ എനിക്കും അറിയാം. ഇതിനൊരു പോം വഴി എന്താണെന്ന് പറ. എടാ, നീ പ്രേമലതയെ കണ്ട് ആരെന്ത് ചോദിച്ചാലും ഈ കാര്യം മാത്രം പറയരുതെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞോട്ടെ. നീ പറഞ്ഞ അവൾ അനുസരിക്കാതിരിക്കില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ബന്ധം ഇപ്പോഴും തുടരുന്നോ? ഇവിടെ പ്രേമലതയല്ല, കാമലതയാണ്. എല്ലാ കാര്യവും ഞാൻ ഏറ്റു. പ്രേമലത ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാ കാര്യവും ഞാൻ ഏറ്റെന്നില്ല. എല്ലാ കാര്യവും നമുക്ക് പോംവഴി ഉണ്ടാക്കാം. അറിയാതെ പ്രേമലത കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രതികരിക്കുള്ളൂ. പ്രേമലത ഒന്നും മനസ്സിലാക്കും. ഈ ആര് വരുന്നുണ്ടോ? വേറെ അകത്ത് വയ്ക്കും. ആരാ? സുകുമാരനാ? വാപത്തിക്കോ? നേരത്തെ പൊത്തി തൂക്ക്. ആ തൂക്കി. പട്ടാളത്തിന് തീറ്റ നിന്ന് എന്തൊരു വെയിറ്റ്. ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താനാരാ? എടോ, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരെ കിഡ്നാപ്പ് ചെയ്ത ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? ഒരു കാര്യം താൻ മനസ്സിലാക്കണം. ഞാനേ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളാ, അറിയോ? സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ല, പ്രധാനമന്ത്രിയുടെ ആളായിരുന്നാലും ശരി, ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണ്. അതെനിക്കറിയാവോ? ഒരു രാജ്യരക്ഷാഭടന് ഈ രാജ്യത്ത് എവിടെയും ഏത് തരം തോക്കും യഥേഷ്ടം കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം തനിക്കുണ്ടോന്നാണ് എനിക്കറിയേണ്ടത്. ഒരു പട്ടാളക്കാരൻ തോക്കുമായി നാട്ടിൽ വന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. താൻ റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ തോക്കല്ല. എന്താ റിപ്പോർട്ട് ചെയ്താല്? ഇതൊരു കേണലിന്റെ തോക്കാണ്. അത് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? അടിച്ചു മാറ്റി അല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പൊ മിലിറ്ററിയുടെ കണ്ണിൽ എന്താ കുറ്റവാളിയാണ്? അതിനുള്ള ശിക്ഷ വേറെ. അതുപോട്ടെ,
ഏത് നിമിഷവും അലിയാര് തട്ടിപ്പോവാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു അലിയാര് തട്ടിപ്പോയാൽ ആ നിമിഷം മുതൽ താനൊരു കൊലപ്പുള്ളിയായി മാറും. അതിന് ഞാൻ അലിയാരെ അല്ല വെടിവെച്ചത്. പക്ഷെ കൊണ്ടത് അലിയാർക്കല്ലേ? അത് വിധി. ഞാൻ വെടിവെച്ചത് ആ വഞ്ചകൻ കുഞ്ഞാലിക്കുട്ടിയാണ്. വഞ്ചകൻ ഞാൻ എപ്പോഴാണോ തന്നെ വഞ്ചിച്ചത്? ചേച്ചേ, നീ വീണ്ടും വന്നാ ഇന്നേക്ക് രണ്ടുപേരും എന്റെ കാര്യമായിട്ട് കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാം. നീ ഇവിടെ പോത്ത് പോലെ ഇരുന്ന് ഉറങ്ങിക്കോ. കണ്ണ് തെറ്റി ഇയാള് ചെയ്തു വെക്കുന്ന വൃത്തികേടുകൾ കണ്ടില്ലേ? എന്താ ദേ ഈ സിസ്റ്റർക്ക് കൊടുത്തതാ, വായിച്ചു നോക്ക്. എന്താ എഴുതിയിരിക്കണേ? ഞാനത് എങ്ങനെ പറയും? സിസ്റ്റർ ഒരു സിസ്റ്റർ അല്ലേ സിസ്റ്റർ? പക്ഷെ പറയാതിരുന്നാൽ അതിനേക്കാളും പ്രശ്നമാവും. ഇയാള് സിസ്റ്റർക്ക് പ്രേമലേഖനം എഴുതിയിരിക്കുക. ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കോ ഇയാളുടെ കണ്ണോണ്ടുള്ള രാഗ്യം കാട്ടില് ചാക കിടപ്പുഴ പ്രേമലേഖനം എഴുതുന്നു. ഉണ്ടാക്കണ്ടേ? ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സിസ്റ്റർ. ഇത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയി പോയി. ആ പട്ടാളക്കാരന്റെ ഭാര്യയെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തതിനാ അയാൾ ഇവന്റെ കഴുത്തിൽ വെടിവെച്ചത്. ആ ഉണ്ട തൊണ്ടയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്നവനായി പോയില്ലേ സിസ്റ്റർ? ഉപേക്ഷിക്കാൻ പറ്റൂ? മാഷേ, ഇതിനൊരാളും തരവും ഒക്കെ നോക്കണ്ടേ? സിസ്റ്ററെ, മറ്റുള്ള എല്ലാ സിസ്റ്റർമാരോടും പറയണം ഇയാൾക്ക് പേപ്പറോ പേനയോ ചോദിച്ചാൽ കൊടുക്കരുതെന്ന്. അപ്പൊ ലവ് ലെറ്റർ എഴുതിക്കളെ. പേപ്പർ പോയിട്ട് ഇനി മരുന്ന് പോലും ഇയാൾക്ക് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. വെരി ഗുഡ്. സിസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ വേണം. എഴുതി അറിയിക്കാനുള്ള ശ്രമം നടന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇത് തന്നെ തലനാരിയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. മറ്റന്നാളാണ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ കഴിഞ്ഞ് അലിയാർ സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉണ്ട്. പ്രതീക്ഷകൾ ഇനിയും ബാക്കിയുണ്ട്. ഞാൻ കൂടെ ഒരു വെടി വെക്കണോ? ചുമ്മാ ഇരിടാ. ഏത് കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കും. നമ്മൾ ഉടനെ അലിയാരുടെ വീട്ടിലേക്ക് ഒരു കമ്പി അടിക്കുന്നു. ഗ്ലൂക്കോസ് വേണോ? വേണ്ടാന്ന്. അലിയാർ മാഷ ആരാന്ന് പറഞ്ഞത്? ആണോ? രണ്ടാമത്തെ മകള് നബീസാന്റെ. അത് മനസ്സിലായി. ഏതായാലും ഇപ്പൊ വന്നത് നന്നായി. ആരാ? ഉമ്മയാണല്ലേ? പേടിക്കാനൊന്നുമില്ല. ഇതാരാ? ഇത് അലിയാരൂട്ടിയുടെ ആദ്യത്തെ ബീവി, ഇത് രണ്ടാമത്തെ അത് ബീവി, ശരി. ഇത് രണ്ടു കുടിയിലും കൂടെ മക്കൾ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. രണ്ട് കെട്ടിയിട്ടാണ് ഈ പണിക്ക് പോയതല്ലേ? ഇവിടുത്തെ ചികിത്സയും വിശ്വസിച്ചുകൊണ്ടിരുന്ന മച്ചാനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ റബ്ബേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ആലോചിക്കാനില്ല. എത്രയും വേഗം മച്ചാനെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, അതാണ് നല്ലത്. ആ വെടിവെച്ച പട്ടാളക്കാരനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കാം. മാഷ തട്ടിയിട്ട് ജയിലിൽ പോകൂ എന്നാണ് അയാൾ പറയുന്നത്. ഇന്നലെ തോക്കുമായിട്ട് ഇവിടുത്തെ മതിലിയാറി കിടക്കുന്ന സെക്യൂരിറ്റിക്കാർ കണ്ടു. അതിന് മാത്രം എന്ത് തെറ്റാ മച്ചാൻ ചെയ്തത്? തെറ്റും ശരി ആലോചിച്ചിരുന്ന മച്ചാന്റെ മയ്യത്തെ കൊണ്ടുപോകുള്ളൂ. ആരും ബഹളം ഉണ്ടാക്കരുത്. പതുക്കെ.